വാപ്പയുടെ നെഞ്ചത്തടാ നിന്റെ കളി. മനുഷ്യനെ നന്നായിട്ട് തേങ്ങരിച്ചു. ഇന്ന് നമ്മള് ലീവ് ആക്കുകയെന്ന് ആലോചിക്കണം. നിങ്ങളിങ്ങനെ ലീവാക്കിന്റെ 5-6 മുറ്റത്ത് ഓടിക്കളിച്ച് കിടക്കണേ. ഈ കുന്ത്രാനെ പറ്റി ശല്യമല്ല. ഇതെന്റെ ഫോണാ. എത്ര കാലം നിങ്ങളോട് വാങ്ങിച്ചു തരാൻ പറയണ, എപ്പോഴെങ്കിലും തോന്നിയില്ല. നമ്മുടെ കളഞ്ഞു കിട്ടിയതാ. സത്യം പറ, നിങ്ങൾ ഇത് അടിച്ചു മാറ്റിയതല്ലേ? പിന്നെ ഏതാ ഈ ഫോൺ? ഞാൻ പറഞ്ഞില്ലേ കളഞ്ഞിട്ടാണെന്ന്. വണ്ടി കയറി ആരാന്റെ. എന്നെ പഠിച്ചാനേ. അല്ല, നിങ്ങളെന്താ നേരത്തെ ബെല്ലടിച്ചിട്ട് നോക്കാഞ്ഞേ? ഞമ്മക്ക് ഇതിന്റെ കിക്ക് മൊത്തൊന്നും വലിയ പരിചയമില്ല. അല്ല, വസീമിനെ അറിയാ, ഓനെ വിളി. വസീമേ, വസീമേ. ഇതൊന്ന് നോക്കണം. വാങ്ങിയ അത് നമ്മുടെ അല്ല. ഇത് നമ്മുടെ നവാസ്ഖാന്റെ ഫോൺ പോലത്തെ ലോക്കാനുള്ള നമ്പർ പറ. നമ്പർ എനിക്കറിയാമോ? സത്യം പറ, നിങ്ങൾ ഇത് അടിച്ചു പറ്റിയല്ലേ? കള്ള ഹിമാറിനെ ഒറ്റ കിഴ്ത്തിട്ടാ. എന്റെ മനുഷ്യനെ, ഇത് വല്ല പാവങ്ങളുടെ ആയിരിക്കും. ഇനി അവര് വല്ല പരാതിയും കൊടുത്തിട്ട് വേണം കള്ള മമ്മാലിയുടെ വീട്ടില് പിന്നെയും പോലീസ് കയറിയെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ. പോയി കറിയോ കളി. എന്ത് പാപ്പേടന്റെ ഉമ്മാന്റെ കെട്ടിയല്ലേ? അല്ല പിന്നെ ഇടക്കിടക്ക് ലീവ് എടുക്കാൻ പോയത് വലിയ അബദ്ധമായി പോയി. പണി തരാൻ നോക്കിയ പോവാലനാ. ഇപ്പനെ കണ്ടപ്പോ ഓടി. അന്നെ കണ്ട ആരോടത്ത് അമ്മാതിരി ടീമല്ലേ. ഓടി കൂടി. ശരി. ഈ ബാബയെ ചതിച്ചിട്ട് ഒരുത്തരും രക്ഷപ്പെട്ടിട്ടില്ല. സംശയനാ അവൻ എവിടെയായാലും പൊക്കണം. ശരി. എടാ ബെങ്കു, അവന്മാരെ അവിടെ പോണ കണ്ടു. ചായക്കടലുണ്ടാവും. ഓ, ഒന്ന് പോയി വേഗം വിളിച്ചിട്ട് പാടാ അവന്മാരെ. എടാ, അടുത്തേക്ക് ചെല്ലുമ്പോ സൂക്ഷിക്കണേ. പിന്നെ അസുഖമുള്ള ടീമാ, എടുത്ത് തിന്നുകളയും. കോഴിക്കോട് ഒരു ഹറാം പറഞ്ഞു നമ്മളെ പറ്റി ചാടിപ്പോയിട്ടുണ്ട്. അവന്റെ ഫോട്ടോ ഞാൻ അയച്ചിട്ടുണ്ട്. എനിക്ക് അവനെ ജീവനോടെ കിട്ടണം. ശരി ബാബ. ശുക്കൂറേ, നിനക്ക് വിശക്കണണ്ട. 30 രൂപയുടെ ആസ്തി ഉണ്ട് നിന്റെ കൂട്ടുകാരന്. അതിൽ കൂടുതൽ വല്ലതും കഴിക്കണമെങ്കിൽ നീ ഒരു 10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇവിടുത്തെ പാത്രം മുഴുവൻ കഴുകി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 50 രൂപ കിട്ടൂലേ? എന്ത് കഴിയാലും കുഴപ്പമില്ല, വിശന്നിട്ടല്ല. നീ എന്തെങ്കിലും വാങ്ങിച്ചോ? പിന്നെ നമ്മൾ എന്ത് തിന്നൂടാ ശുക്കൂറേ? ദൈവമേ, ഉള്ള പ്രതീക്ഷ നശിപ്പിച്ചതേ വരണേ. വരുന്നിടത്ത് കാണും അല്ലേ? എന്താടാ? ഓ മൈ ഗോഡ്, ചിക്കൻ പുട്ട് കണ്ടോ? ചിക്കൻ പുട്ട്, മട്ടൻ പുട്ട്, മസാല പുട്ട്, പാനിപൂരി. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പേപ്പറിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചാല കളഞ്ഞാ അത് ഇല്ലല്ലോ. വേഗം വന്ന് കേറടാ. ഇവിടെ മനുഷ്യർ തലക്ക് തീ പിടിച്ചിരിക്കുമ്പോ വീട്ടിൽ കൊടുക്കുന്ന തീറ്റ. എന്നിട്ട് പോകായിരുന്നില്ലല്ലോ. ഞങ്ങളൊന്നും കഴിച്ചില്ല, ഞങ്ങൾ കഴിക്കണ കണ്ടേക്കായിരുന്നു. എടാ ജബ്ബാറെ, പോലീസിന്റെ കാര്യത്തിൽ തീരുമാനമായി. ന്യൂസ് ഇല്ല. നമുക്ക് അവനെ ജീവനോട് പിടിച്ചേ പറ്റും. ഞങ്ങൾക്ക് ജീവൻ വേണ്ട. ഒരുത്തരം നമ്മൾ ജീവനോടെ പിടിച്ചിട്ട് എത്ര നാളായി. എന്നാ പിന്നെ ഈ തടിയോണ്ട് അങ്ങനെയെങ്കിലും പല ഉപകാരം ഉണ്ടാവട്ടെ. ബിരിയാണി കല്യാണത്തിന് പീസാക്കാൻ കൊള്ളാം. എവിടെ കല്യാണം? കണ്ടാ ഫുഡൊന്നും കേട്ടപ്പോ ആക്രാന്തം കണ്ട. വണ്ടി എടുക്കണ എന്തൊരു ടൈമിങ് ഇന്ന് സ്റ്റാർട്ടായ എല്ലാം കൂടി കേറണം.
സ്റ്റിയറിംഗ് പുറകിലായാ മതിയായിരുന്നു. ഫ്രണ്ടിൽ ഒരാളെയും കൂടി കയറ്റിയിരുന്നെങ്കിൽ കറക്റ്റ് സീറ്റായിരുന്നു. ഇത് സ്പീഡിൽ പോവുകയാണോ അതോ നിയന്ത്രണം വിട്ടു പോവുകയാണോ? കാറ്റ് പിടിച്ചു പോകണമെന്നു. നീ പോയിട്ട് വാ. ശരി. എന്താ നമസ്തേ. ഈ കുന്തരാട്ടത്തിന്റെ ഒച്ചയും പറയുന്നത് കുറച്ചേ. ഫോണെപ്പോ വാങ്ങി? ഇത് വണ്ടി കിടന്ന് കിട്ടിയതാ. ഓഹോ, പഴയ പരിപാടി പിന്നെ തുടങ്ങിയല്ലേ? ഒന്നും മിണ്ടാണ്ടിരിക്കടാ. പണ്ടിന്റെ ഇളയാമാനെ കണ്ടുപോയ പിന്നെ നമ്മളെല്ലാവരും കാണുന്ന കള്ളനെ പോലെയാ. അത് നമ്മുടെ കുഴപ്പമല്ല. നിങ്ങളിങ്ങനെ കളഞ്ഞു കിട്ടിയ സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചോ നിനക്കറിയാം. എന്റെ 6 മക്കളാണ്. അവരുടെ ഉമ്മാന ഇതെനിക്ക് കളഞ്ഞു കിട്ടിയതാണ്. പാറ്റേൺ ലോക്കൊക്കെ ശരിയാക്കി എടുക്കണമെങ്കിൽ ഒരു 500 രൂപയെങ്കിലും ആവും. 500 രൂപ? ഇത് വിറ്റ കാശുവല്ല കിട്ടൂ. ഒന്ന് പോയളേപ്പാ. ഇതുപോലെ പാവങ്ങളുടെ ഫോണായിരിക്കും. ഇതങ്ങ് തിരിച്ചു കൊടുത്തേക്കും. അവരെ കണ്ടാണ് കിടന്ന് വിളിക്കുന്നത്. നീ തന്നെ ഒരു സത്യവാൻ വന്നേക്കണത്. പിന്നെ ഇങ്ങനത്തെ ഫോണായിട്ടല്ലേ പാവപ്പെട്ടു നടക്കണത്. ഒന്ന് പോടപ്പാ. എന്താ അങ്ങോട്ട് നോക്കി. അതവനെ പോലെ ഇല്ലേ? റെഡിയാണോടാ? പോവല്ലേ ബ്രോ?